അതെ, കുറച്ചുകൂടി നല്ലൊരു വക്കീലിനെ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ കേസ് കഴിയുമ്പോൾ നിങ്ങളെ എനിക്ക് ജയിലിൽ വന്ന് കാണേണ്ടി വരും. ആ, പറഞ്ഞതേ ഉള്ളൂ. വേണ്ട എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കേ. നമ്മുടെ വക്കീലിനെ സമ്മതിക്കണം. കോടതി മുറി കിടുകിട വിറപ്പിച്ചില്ലേ? അവരുടെ ആ വക്കീൽ കൊണ്ടുവന്ന എല്ലാ തെളിവുകളും ഒടിച്ചു മടക്കി കൈ കൊടുത്തില്ലേ? നീ പറഞ്ഞു ശരിയാ. കോടതി മുറിക്കുള്ളിൽ നിന്ന് അവന്തിക കണ്ണു തള്ളിപ്പോയി. വക്കീലിന്റെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ആരതി വക്കീലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പറയാനുള്ളതൊക്കെ നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞോ. ദേ വക്കീല്. എന്നാ ശരി. വക്കീല് ഹാപ്പിയാ. എന്താണ്? ഞങ്ങളെ വക്കീലിന് ഇന്നത്തെ വാദത്തെ കുറിച്ച് പറയുമായിരുന്നു. എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി വക്കീലെ. കേസ് നമ്മൾ തന്നെ ജയിക്കും. ആ അവന്തിക കോടതി മുറി ബോധം കെട്ട് വീഴാഞ്ഞത് ഭാഗ്യം. അതിന് നന്ദി പറയേണ്ടത് എന്നോടല്ല. അവര് കൊണ്ടുവന്ന തെളിവുകളുടെ എല്ലാം മുനെ ഒടിക്കാനുള്ള രേഖകളെല്ലാം നമുക്ക് അയച്ചു തന്ന ആ അജ്ഞാതനായ ആളിനോടാ. ആ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടാ കോടതിയിൽ അവരുടെ വക്കീലിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കാൻ സാധിച്ചത്. തെളിവുകൾ കൈക്കിട്ടിയ മാത്രം പോരല്ല, സമയത്ത് അത് കോടതി മുറിയിൽ പ്രസന്റ് ചെയ്ത് കേസ് നമുക്ക് അനുകൂലമാക്കാനുള്ള മിടുക്കൂടെ വേണ്ടേ? അതിന് വക്കീലിനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. ഇങ്ങനെ പുകഴ്ത്തല്ലേ സച്ചി, ഞാനങ്ങ് പൊങ്ങി പോവും. ഇപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വക്കീലെ. പഴയതുപോലെ നെല്ലിശ്ശേരിയിലെ ബിസിനസ്സും പേരും പ്രതാപവും എല്ലാം തിരിച്ചു വരും. അതിനെന്താ സംശയം? അതെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. സച്ചി ധൈര്യമായിട്ടിരിക്കെ. ഇനി സന്ദീപിനെ അവന്തിക ഹാജരാക്കോ? അതിനെന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം അവര് സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കുമായിരുന്നു. അപ്പോ കേസ് നമ്മൾ ജയിക്കുമല്ലേ? എന്താ സംശയം? സച്ചി ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നേ. ആ അല്ല വക്കീലെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഏത് പുതിയ സാക്ഷിയെ ഹാജരാക്കുന്ന കാര്യ വക്കീല് കോടതിയിൽ പറഞ്ഞത്? അങ്ങനൊരു സാക്ഷിയുടെ കാര്യം വക്കീല് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാ. കാരണം അത് ഞാൻ അവന്തികയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പ് വക്കീലിന് അതിനുള്ള ആരോഗ്യമൊക്കെ വേണ്ടേ? നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ? ആ അത് ശരിയാ. വക്കീല് വാദിച്ച് നല്ലതുപോലെ ക്ഷീണിച്ചു. വക്കീലിന്റെ ആരോഗ്യം ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പിന്നെ ആ കൊള്ളാം, നല്ല ഉത്തരവാദിത്വം തന്നെ. വാ, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ആ വക്കീലെ, എന്നാലും ആ സാക്ഷി ആരാണെന്ന് ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. അത് സസ്പെൻസ്. കോടതി മുറിയിൽ വരുമ്പോ കണ്ടാ മതി. ശരി, വാ. എന്തൊക്കെയാ വക്കീൽ ഇവിടെ നടക്കുന്നേ? കേസ് ജയിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ തെളിവുകളൊക്കെ എങ്ങനെ അവർക്ക് കിട്ടി? ഇതവർക്ക് ചോർത്തി കൊടുത്തതിന് പിന്നിൽ ആരാ? നിങ്ങളാണോ? അയ്യോ മാഡം, എന്നെ സംശയിക്കരുത്. എന്റെ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ പോലും ചോർന്നു പോയിട്ടില്ല. പിന്നെ എങ്ങനെയാ അഡ്വക്കേറ്റ് ആരതി നമ്മുടെ ഉണ്ടായിരുന്ന കടലാസുകളുടെ കോപ്പി കോടതിയിൽ കൊണ്ടുവന്നത്? കൂടെ നിന്ന് നമ്മളെ ചതിച്ചത് പിന്നെ ആരാ വക്കീലെ? മാഡം, ജ്യൂസ് കൊണ്ടുപോടോ. എന്താണ് അവന്തിക
വല്ലാത്ത ചൂടിലാണെന്ന് തോന്നുന്നല്ലോ. പ്രതിക്കൂട്ടി നിന്ന് നല്ലതുപോലെ വേർത്തല്ലേ? സാർ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നാണോ? ഏയ് അല്ല, ആ സന്ദീപിന്റെ മാൻ മിസ്സിംഗ് പരാതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ആദ്യം ഈ കേസിന്റെ വാദം ഒന്ന് കഴിയട്ടെ, പിന്നീട് സാറിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാം. മതി, എനിക്കൊരു ധൃതിയുമില്ല. അതെ, കുറച്ചുകൂടി നല്ലൊരു വക്കീലിനെ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ കേസ് കഴിയുമ്പോൾ നിങ്ങളെ എനിക്ക് ജയിലിൽ വന്ന് കാണേണ്ടി വരും. ആ, പറഞ്ഞതേ ഉള്ളൂ. വേണ്ട എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കേ. അപ്പൊ ശരി. ഇയാൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പരിഹസിക്കാൻ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. അവസരം കിട്ടിയപ്പോ പ്രതികാരം തീർക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്റെ സംശയം മറ്റൊന്നാണ്. ആരായിരിക്കും അഡ്വക്കേറ്റ് ആരതി ഹാജരാക്കാൻ പോകുന്ന പുതിയ സാക്ഷി? ഇതുവരെ നമുക്കൊരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അല്ല, ഇനി സന്ദീപായിരിക്കോ? സന്ദീപിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ആ സച്ചിയാണെങ്കിൽ മൂർത്തി പറഞ്ഞതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഡ്വക്കേറ്റ് ആരതിയുടെ നീക്കവും ഇപ്പോ രാജീവ് വന്ന് നമ്മളെ പരിഹസിച്ചതും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ആ സാക്ഷി സന്ദീപാണോന്ന് എനിക്കും സംശയമുണ്ട്. ഉച്ചഴിഞ്ഞ് കോടതി കൂടുമ്പോ അവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ എന്റെ തോൽവിയാണോ സംഭവിക്കാൻ പോകുന്ന വക്കീലെ? വക്കീലെ, വക്കീൽ എന്താ കഴിക്കാൻ വേണ്ടത്? ഇന്നത്തെ ഗംഭീര പെർഫോമൻസിന് ചെലവ് എന്റെ വക. നല്ല മട്ടൻ ബിരിയാണി പറയട്ടെ. അത് കൊള്ളാം. മട്ടൻ ബിരിയാണി സൂപ്പർ. ഏതായാലും സച്ചിയുടെ ഇഷ്ടം. പക്ഷെ കാശ് ഞാൻ കൊടുക്കും. ഏയ്, അത് പറ്റില്ല. ഇതിന്റെ ബില്ല് അത് ഞാൻ തന്നെ കൊടുക്കും. എടാ, എന്നും വക്കീലല്ലേ കൊടുക്കുന്നേ, അതുകൊണ്ട് ഇന്നും വക്കീൽ തന്നെ കൊടുത്തോട്ടെ. അല്ല വക്കീലെ? അതെ, ഈ പോക്കറ്റിന്റെ കനമൊക്കെ ഇപ്പൊ എനിക്ക് അറിയാം. അതുകൊണ്ട് അധികം വാശിയൊന്നും വേണ്ട. സച്ചി ഓർഡർ ചെയ്താൽ മതി, ബില്ല് ഞാൻ പേ ചെയ്തോളാം. ഓ, ആയിക്കോട്ടെ. ഈശ്വര, സച്ചേട്ടന്റെ ഈ സന്തോഷത്തിനൊപ്പം എനിക്കും ചേർന്നിരിക്കാൻ എന്നാ കഴിയാ? സർ, കഴിക്കാൻ എന്താ വേണ്ടേ? 3 മട്ടൻ ബിരിയാണി. വേറെ ജ്യൂസ് എന്തെങ്കിലും വേണോ? വക്കീലിന് ജ്യൂസ് ഏതാ വേണ്ടത്? പപ്പായ വേണോ അതോ പൈനാപ്പിൾ മതിയോ? സച്ചിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാ എനിക്കും അത് മതി. അങ്ങനൊന്നും പറ്റില്ല. വക്കീലിന്റെ ഇഷ്ടം അതാണ് ഇവിടെ പ്രധാനം. ഈ ഇഷ്ടങ്ങൾ ചോദിച്ചറിയേണ്ടത് ഞാനും സച്ചേട്ടനും തമ്മിലല്ലേ?